ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി. നമ്മുടെ ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങളും ഭാരങ്ങളും ഉണ്ടാവും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നീ നിന്റെ മനസ്സിൽ പറയണം, ഈശോയെ, എനിക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി. കർത്താവേ, ഇത് നിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. കർത്താവെ, നീ വിളിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും ഓഫ്ലൈനിലുള്ളവരും എല്ലാവരും വിശ്വസിച്ചോണം, ഇത് ഈശോ നിന്നെ കൊണ്ടുവന്നതാണ്. യേശു നിന്നിൽ ഇടപെടുന്ന സമയമാണ്. അതുകൊണ്ട് വിശ്വസിച്ച് അത് ഏറ്റെടുക്കണം. ഇതാ യേശു എന്നിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. സങ്കീർത്തന പുസ്തകം 27 അധ്യായം 5 വചനം പറയുന്നു, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. കണ്ണുകളടച്ച് 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈ വചനം ഹൃദയത്തിൽ വിശ്വസിക്കുക. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ക്ലേശകാലത്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ക്ലേശകാലത്ത് എൻ്റെ സങ്കടത്തിൻ്റെയും വറുതിയുടെയും ദുഃഖത്തിൻ്റെയും പട്ടിണിയുടെയും സംശയത്തിൻ്റെയും ചോദ്യങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ കൂടാരത്തിനുള്ളിൽ ഇതാ എനിക്ക് അഭയം. ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെയെങ്കിലും ഉള്ളിൽ വല്ലാത്ത ഭാരമുണ്ടാകും. എൻ്റെ വീട്ടിൽ എന്നെ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എത്രയെല്ലാം നന്മ ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സങ്കടവും ഭാരവും? എൻ്റെ കൂട്ടത്തിലുള്ള അനേകർ വളരെ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ? എൻ്റെ വീട്ടിലെ ഈ ദുരിതം, ഭാരം എന്തുകൊണ്ടിങ്ങനെ? ഇതാ വചനം പഠിപ്പിക്കുന്നു, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. സങ്കീർത്തകനായ ദാവീദ് വിശ്വസിക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. ദൈവത്തിൻ്റെ കൂടാരം ഈ പോട്ട ആശ്രമത്തിൽ നിന്നിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ച വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയുന്നു, മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇതാ സംഭവിക്കാൻ പോകുന്നു. നിന്റെ അനുഗ്രഹത്തിന് കാരണമാവുന്ന ചില മേഖലകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. വിശ്വസിക്കണം. നീ എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സങ്കടങ്ങളിലൂടെ പോകുന്ന വ്യക്തിയാണെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആ ദൈവസന്നിധിയിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അസ്വസ്ഥപ്പെടരുത്, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ശരീരത്തിലേക്ക് ഒരു ത്യാഗം എടുത്തോണം. കർത്താവേ, എൻ്റെ ഈ ശരീരത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ പറയുന്ന വചനം നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ശരീരത്തിൽ നീ അത് ഏറ്റെടുക്കണം. യെസ്, 2 കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച്. ശാരീരിക രോഗങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, ഓഫ്ലൈനിൽ പങ്കെടുക്കുന്നവരുമേ, പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേർക്ക് ശാരീരിക രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തോ. കർത്താവിന് നിന്നെ അറിയാം. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. ക്ലേശകാലത്ത് തൻ്റെ ആലയത്തിൽ, ഈ പോട്ട ആശ്രമത്തിൽ കർത്താവ് എനിക്ക് അഭയം ഒരുക്കിയിരിക്കുകയാണ്. അഭയം, ഭയമില്ലാതെ ഇരിക്കാനുള്ള സ്ഥലം, ഭയമില്ലാതെ
പ്രാർത്ഥിക്കാനുള്ള സ്ഥലം, അതാണ് അഭയം. കർത്താവേ, ഈ ആലയത്തിൽ എനിക്കൊരുക്കിയ ഈ അഭയത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച്, ഈശോയെ, എൻ്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. ശരീരം, കർത്താവേ, എനിക്കിപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ശാരീരികമായ ചില പീഡകളുണ്ട്, എനിക്ക് പ്രായമാവുന്നു, വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല, വേണ്ടത്ര രീതിയിൽ ആശുപത്രിയിലൊക്കെ പോയി ചികിത്സകൾ നടത്തണമെന്നുണ്ട്, അതിനൊന്നും പറ്റുന്നില്ല. ചില പരാതികളുമായിട്ട് ചിലരുണ്ടല്ലോ. അതങ്ങ് സമർപ്പിച്ചോ, അതങ്ങ് സമർപ്പിച്ചോ. മക്കളെ വളർത്തി വലുതാക്കി ഇപ്പം അവർ തിരിഞ്ഞു നോക്കുന്നില്ല, പ്രായമായപ്പോൾ എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. ആ ശരീരം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കും. ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ച ചില മാതാപിതാക്കൾ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചില്ല, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചില്ല. കർത്താവേ, എൻ്റെ ഈ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, നീ തന്നത് മാത്രമേ ഉള്ളൂ, ഈ ശരീരം നീ തന്നതാണ്. ഈശോയെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകളിൽ ഒന്ന് ശരീരത്തെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, സ്തുതിക്കുന്നു. മഹത്വം കർത്താവേ, മഹത്വം. ആരാധന കർത്താവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിക്കുക. ജീവിതത്തിൽ ദൈവീകമായ ഇടപെടൽ, ഒരത്ഭുതം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായി നമ്മളെ ഈശോ പഠിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വചനം വായിച്ചു കഴിഞ്ഞാൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതലുള്ള വചനത്തിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അതിൻ്റെ 36 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തും. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100-ഉം 50-ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ജനം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് തിങ്ങിക്കൂടി വന്നു. പല പല ദേശങ്ങളിൽ നിന്നും യേശുവിൻ്റെ പക്കലേക്ക് ദൈവജനം ഇങ്ങനെ വന്നു ചേർന്നു. അപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയാണ്. അപ്പം ഇങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഈശോയെ, ദേ മുമ്പിലിരിക്കുന്ന ജനത്തെ കണ്ടോ? എന്തോരം ജനമാണ്, ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണ്ടേ?
ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണ്ടേ? അപ്പൊ ഈശോ എന്താ അവരോട് പറഞ്ഞു? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഈശോ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊതുവെ ഇങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് വരുന്നവര് സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ? സ്ത്രീകളാണ്. നിങ്ങൾ ഏത് ധ്യാന കേന്ദ്രത്തിലും നമ്മുടെ കൺവെൻഷനൊക്കെ പോയി നോക്കണം, എന്താണ്? സ്ത്രീകളാണ് കൂടുതൽ, കുട്ടികൾ അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ പുരുഷന്മാരാണ് പൊതുവെ കുറവ്. ആ കുറവുള്ള നമ്പറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5000. അപ്പോൾ അതിൻ്റെ എത്ര ഇരട്ടി ഉണ്ടാവും ദൈവജനം? അവരിങ്ങനെ പുൽത്തകടിയിൽ ആ മലയുടെ താഴ്വാരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. 5000 പുരുഷന്മാർ, അതിൻ്റെ ഇരട്ടിയോളം വരുന്ന സ്ത്രീകൾ, പിന്നെ കുട്ടികൾ. ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, നല്ല കാര്യം, പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവരെന്ത് കൊണ്ടുവന്നു? 5 അപ്പവും 2 മീനും. 5 അപ്പവും 2 മീനും. അത് ഈ 12 ശിഷ്യന്മാർക്ക് പോലും ഭക്ഷിച്ചാൽ തികയത്തില്ല. അപ്പൊ എന്നാലും അതും കൊണ്ട് ഈശോയുടെ പക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പിലിരിക്കുന്നത് നമ്മളൊന്ന് വെറുതെ ഒന്ന് മനസ്സിലൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. 5000 വരുന്ന പുരുഷന്മാര്, അതിൻ്റെ ഇരട്ടി വരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15000 പേരായി. കുട്ടികളെയും കൂടെ കൂട്ടി 20000 പേരെന്ന് വെച്ചോ. 20000 പേര് മുമ്പിലിരിക്കുന്നു. കയ്യിലുള്ളത് എന്താണ്? 5 അപ്പം. 5 അപ്പം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ ശിഷ്യന്മാര് വളരെ ജിജ്ഞാസയുള്ളവരാണ് നമ്മുടെ ശിഷ്യന്മാര്. ഈ ശിഷ്യന്മാര് വന്ന് ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇതെന്നാ ചെയ്യാൻ പോവാ? കയ്യിലിരിക്കുന്നത് 5 അപ്പം, മുമ്പിലിരിക്കുന്നത് 20000-ഓളം പേര്. ഈ 5 അപ്പം ഇവർക്ക് എന്താവാനാ? മുമ്പിലിരിക്കുന്നത് വളരെ വലുത്, കയ്യിലിരിക്കുന്നത് വളരെ ചെറുത്. എന്താവാനാ? എന്താ ഇതുകൊണ്ട് എന്താ മെച്ചം? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ വെളിച്ചം വീശുന്ന ഒരു വചനം കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. 41-ാം തിരുവചനം, അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെടുത്ത് നോക്കി? ആ കയ്യിലിരിക്കുന്ന ഈ കുറവ്, ഇത്രേ ഉള്ളൂ, 5 അപ്പവും 2 മീനും, ഇതും എടുത്ത് അവൻ സ്വർഗത്തിലേക്ക് നോക്കി. എന്നിട്ട് അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. കൃതജ്ഞതാ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കൃതജ്ഞത, നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പിലിരിക്കുന്നത് 20000-ഓളം പേര്, കയ്യിലിരിക്കുന്നത് 5 അപ്പം. എൻ്റെ പ്രിയരെ, പിന്നീട് നടന്ന അത്ഭുതം നമുക്ക് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ചാൽ കൃത്യമായിട്ടറിയാം. ഒരത്ഭുതം സംഭവിക്കണമെങ്കിൽ ഈശോ നമുക്കൊരു ട്രെയിനിങ്, ഒരു പ്രായോഗിക പരിശീലനം നൽകുകയാണ്. നിന്റെ വീട്ടിൽ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാ ഈശോ നിന്നെ പഠിപ്പിക്കുകയാണ്. ഈശോ നിന്നോട് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ നോട്ടം എങ്ങോട്ടാ എന്നറിയാവോ? ആ മുമ്പിലിരിക്കുന്ന 20000-ഓളം വരുന്ന ജനത്തിലേക്കാണ് നമ്മുടെ നോട്ടം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, ഇതെങ്ങനെ ശരിയാകും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്തു തീർക്കാനുള്ള, കടം വീട്ടാനുള്ള, ചെയ്തു തീർക്കേണ്ട വലിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഉള്ളത് തന്നെ വളരെ കുറവാണ്. നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതിനെ നോക്കിക്കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു സ്വഭാവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ നിന്നോട് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അയ്യോ, കടബാധ്യത, വീട്ടിലെ പ്രശ്നങ്ങൾ, സ്ഥലം വിൽപ്പന നടക്കുന്നില്ല, വീട് പണി അങ്ങൊന്നും ശരിയായിട്ടില്ല, വിദേശത്ത് പോകാനുള്ള ആഗ്രഹമായിട്ട് കുറേ നാളായി, ബാങ്കിൽ നിന്ന് ലോണ് ശരിയായിട്ടില്ല. നമ്മുടെ കയ്യിലുള്ളതെല്ലാം കുറവുകളാണ്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇച്ചിരിച്ചേയും പിടിച്ചോണ്ടിരിക്കുക. കർത്താവേ, ഇതെന്താവാനാണ്?
എൻ്റെ കയ്യിലുള്ളത് ഇച്ചിരിയേ ഉള്ളൂ, ഇതെന്താവാനാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ മേഖല എന്താണ്? നിനക്കൊരു അത്ഭുതം സംഭവിക്കാൻ കാത്തിരിക്കണോ, ആഗ്രഹമുണ്ടോ? എന്ത് ചെയ്യണം? കയ്യിലുള്ളതിനെ നമ്മളൊരു നന്ദിയായി, കൃതജ്ഞതയായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ എന്തുണ്ടോ അതിനെ ഒരു നന്ദിയായി സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തണം. എൻ ദേശമുണർന്നാൽ